സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു ഇംഗ്ലീഷ് ക്ലാസ്സാണ്. LDC മെയിൻ പരീക്ഷ, അതുപോലെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ എന്നിവയ്ക്കെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത് PSC ബുള്ളറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദി കളക്റ്റീവ് നൗൺ ഓഫ് പോയംസ്. പോയംസിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ഓപ്ഷൻ എ ആന്തോളജി എന്നതാണ്. പോയംസിൻ്റെ കളക്റ്റീവ് നൗണാണ് ആന്തോളജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ഓഫ് ദ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ലിസ്റ്റിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ഡി അജണ്ട എന്നതാണ്. ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ഓഫ് ദ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ എ മീറ്റിംഗ് അജണ്ടയാണ്, അജണ്ട. അപ്പം മീറ്റിങ്ങിൻ്റെ അജണ്ട എന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി അഥയിസ്റ്റ് എന്നതാണ്. ATHEIST അഥയിസ്റ്റ് എന്നതാണ്. വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കാത്തയാൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫ്രേസ് ലെറ്റ് ഓഫ് മീൻസ്. ലെറ്റ് ഓഫ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഫ്രേസിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ടു എക്സ്ക്യൂസ് ഫ്രം പെനാൽറ്റി, അല്ലെങ്കിൽ വിട്ടയക്കുക എന്നതാണ്. ടു എക്സ്ക്യൂസ് ഫ്രം പെനാൽറ്റി, അല്ലെങ്കിൽ ആ പെനാൽറ്റി കൊടുക്കാതെ വിട്ടയക്കുക എന്നതാണ് ലെറ്റ് ഓഫ് എന്ന ഫ്രേസിൻ്റെ മീനിങ്. ടു എക്സ്ക്യൂസ് ഫ്രം പെനാൽറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ മീനിങ് ഓഫ് ബ്രെവിറ്റി. ബ്രെവിറ്റിയുടെ മീനിങ് എന്താണ്? ഓപ്ഷൻ ബി കൺസൈസ്നെസ് എന്നതാണ്. ബ്രെവിറ്റിയുടെ മീനിങ് എന്താണ്? കൺസൈസ്നെസ്. അപ്പോൾ കൺസൈസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംക്ഷിപ്തമായ, ചുരുക്കത്തിലുള്ള എന്നതാണ് കൺസൈസ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കൺസൈസ്നെസ് ചുരുക്കം എന്നർത്ഥം. അപ്പോൾ ബ്രെവിറ്റിയുടെ അർത്ഥം എന്താണ്? ചുരുക്കം, ദാറ്റ് ഈസ് കൺസൈസ്നെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഗവൺമെൻറ് റിജക്റ്റഡ് ഓൾ ദ ഡിമാൻഡ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റീപ്ലേസ് ദ വേർഡ് അണ്ടർലൈൻഡ് വിത്ത് ദ റൈറ്റ് ഫ്രേസ്. അപ്പോൾ ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന റിജക്റ്റഡിന് പകരമായിട്ട് ഫ്രേസ് ഉപയോഗിക്കുക. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ടേൺഡ് ഡൗൺ എന്നതാണ്. ടേൺഡ് ഡൗൺ എന്നതാണ് റിജക്റ്റഡ് എന്നതിൻ്റെ അർത്ഥമായിട്ട് വരുന്ന ഫ്രേസാണ് ടേൺഡ് ഡൗൺ. അപ്പോൾ ടേൺ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം റിജക്റ്റ് ചെയ്യുക. ടേൺ ഡൗൺ എന്താണ്? റിജക്റ്റ് ചെയ്യുക. പുട്ട് ഔട്ട് എന്താണെന്ന് നമുക്കറിയാം. എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക, കെടുത്തുക, തീ കെടുത്തുക എന്നതാണ് പുട്ട് ഔട്ട്. ഇനി ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഷീ ഹാസ് നോട്ട് ഫുള്ളി റിക്കവേർഡ് ഡാഷ് ദ ഷോക്ക്. അപ്പോൾ ഇവിടെ വേണ്ട പ്രിപ്പോസിഷൻ ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ഫ്രം എന്നതാണ്. ഷീ ഹാസ് നോട്ട് ഫുള്ളി റിക്കവേർഡ് ഫ്രം ദ ഷോക്ക്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഉരുവിട്ട് പഠിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കും. അപ്പോൾ എങ്ങനെ ഉരുവിട്ട് പഠിക്കുക? റിക്കവർ ഫ്രം ഇൽനസ്, അല്ലെങ്കിൽ റിക്കവർ ഫ്രം ഫീവർ അങ്ങനെ പറയാം, അല്ലെങ്കിൽ റിക്കവർ ഫ്രം ഡിപ്രഷൻ എന്ന് പറയാം, റിക്കവർ ഫ്രം ഷോക്ക്. ഇങ്ങനെയുള്ളത് ഉരുവിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ഫ്രം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐ ഷോൾ അവെയിൽ ഡാഷ് ഓഫ് യുവർ അഡ്വൈസ്. അപ്പോൾ ഇവിടെ ചേർക്കേണ്ടത് റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ അവെയിൽ എന്ന് പറയുന്ന വേർഡ് അതിൻ്റെ കൂടെ റിഫ്ലക്സീവ് പ്രോനൗൺ എല്ലായ്പ്പോഴും എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഐ ഷോൾ അവെയിൽ ഡാഷ് ഓഫ് യുവർ അഡ്വൈസ്. അപ്പോൾ ഐയുടെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്താണ്? മൈസെൽഫ്. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി മൈസെൽഫ് എന്നതാണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ. അപ്പോൾ എങ്ങനെ വരും? ഐ ഷോൾ അവെയിൽ മൈസെൽഫ് ഓഫ് യുവർ അഡ്വൈസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മൈ ബുക്ക് ഈസ് ദ ഓൾഡ് വൺ ഡാഷ് ഈസ് ദ ടോൺ വൺ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. എൻ്റെ ബുക്ക് പഴയതാണ്, അപ്പോൾ നിങ്ങളുടേത് കീറിയതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടേത് എന്ന അർത്ഥം വരുന്നത് ഇതിനകത്ത് നിന്ന് എടുത്തെഴുതണം. അപ്പോൾ ഏതായിരിക്കും അത്? യുവേഴ്സ്. മൈ ബുക്ക് ഈസ് ദ ഓൾഡ് വൺ, യുവേഴ്സ് ഈസ് ദ ടോൺ വൺ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹോബ്സൺസ് ചോയ്സ് മീൻസ്. അപ്പോൾ എന്താണ് ഹോബ്സൺസ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഹോബ്സൺസ് ചോയ്സിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ ഡി ചോയ്സ് ഓഫ് ടേക്കിംഗ് വാട്ട് ഈസ് അവൈലബിൾ ഓർ നത്തിങ് അറ്റ് ഓൾ. അപ്പോൾ അതായത് തിരഞ്ഞെടുക്കാൻ അധികം ചോയ്സസ് ഒന്നുമില്ല. ചോയ്സ് ഓഫ് ടേക്കിംഗ് വാട്ട് ഈസ് അവൈലബിൾ. എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ല. അതായത് ഒന്നുമില്ലാത്തതിനേക്കാൾ ഭേദമാണ് എന്തെങ്കിലും. അപ്പോൾ ഇതാണ് ഹോബ്സൺസ് ചോയ്സിൻ്റെ അർത്ഥം. എന്താണ്? ചോയ്സ് ഓഫ് ടേക്കിംഗ് വാട്ട് ഈസ് അവൈലബിൾ ഓർ നത്തിങ് അറ്റ് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബേക്കേഴ്സ് ഡസൻ മീൻസ്.
അപ്പോൾ നമുക്കറിയാം ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ്, 12 ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പക്ഷേ എ ബേക്കേഴ്സ് ഡസൻ എത്രയാണ്? ഒരെണ്ണം കൂടി കൂടും. അപ്പോൾ ഒരു എ ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 13. അപ്പോൾ ഒരു എ ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത് 13. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ കീവേഡ് കരിസ്മ. ഓപ്ഷൻ ഡി മാഗ്നറ്റിക് അപ്പീൽ എന്നതാണ് ഇവിടെ ആൻസർ. എന്താണ് മാഗ്നറ്റിക് അപ്പീൽ? അപ്പോൾ എന്താണ് കരിസ്മ? കരിസ്മ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താനുള്ള കഴിവാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള കഴിവാണ്. മറ്റുള്ളവർ സ്വാധീനം ചെലുത്താനുള്ള നാച്ചുറൽ ആയിട്ടുള്ള കഴിവാണ് കരിസ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് മാഗ്നറ്റിക് അപ്പീൽ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. അപ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അഡോളസൻസ് ആണ്. ഇതിനകത്ത് കറക്റ്റ് സ്പെല്ലിംഗ് അഡോളസൻസ്. അപ്പോൾ അഡോളസൻസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ADOLESCENCE എന്നാണ് അഡോളസൻസിൻ്റെ സ്പെല്ലിംഗ്. ബാക്കിയെല്ലാം സ്പെല്ലിംഗ് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അഡോളസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൗവനാരംഭം അല്ലെങ്കിൽ കൗമാരം എന്നതാണ് അഡോളസൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വെൻ ദ ബോയ്സ് ഡാഷ് ഇൻ ദ ഫീൽഡ് ദേ ഹിയർഡ് ആൻ എക്സ്പ്ലോഷൻ. ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. ദേ ഹിയർഡ് ആൻ എക്സ്പ്ലോഷൻ. ആ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു. അപ്പോൾ എന്ത് സംഭവിക്കുകയായിരുന്നു? അപ്പോൾ എന്തോ സംഭവിക്കുകയായിരുന്നു. എന്ത് സംഭവിക്കുകയാണ്? ബോയ്സ് ഫീൽഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക. ഈ സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പാർട്ട് ഏത് ടെൻസിലാണ്? പാസ്റ്റ് ടെൻസിലാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ മറ്റു ഭാഗങ്ങളും ഏത് ടെൻസിൽ തന്നെ ആയിരിക്കണം? പാസ്റ്റ് ടെൻസിലായിരിക്കണം. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ പറഞ്ഞു ദേ ഹിയർഡ് ആൻ എക്സ്പ്ലോഷൻ. ഒരു എക്സ്പ്ലോഷൻ കേട്ടു. അപ്പോൾ മറ്റെന്തോ സംഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കണ്ടിന്യൂറ്റി വരണം. എന്ന് പറഞ്ഞാൽ എന്ത് വരണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരണം. അത്രയേ ഉള്ളൂ. വെൻ ദ ബോയ്സ് വെയർ പ്ലേയിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. വെൻ ദ ബോയ്സ് വെയർ പ്ലേയിങ്. അപ്പോൾ ഈ വെയർ പ്ലേയിങ് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ ബോയ്സ് ഇവിടെ പ്ലൂരലാണ്. അപ്പോൾ പ്ലൂരലിൻ്റെ കൂടെ വാസ് ചേരത്തില്ല, വേർ ചേരും. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എങ്ങനെ വരും? വെൻ ദ ബോയ്സ് വെയർ പ്ലേയിങ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ ഫീൽഡിൽ, ഗ്രൗണ്ടിൽ ബോയ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദേ ഹിയർഡ് ആൻ എക്സ്പ്ലോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലീല സെഡ് ഐ റോട്ട് എ ലെറ്റർ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ചാണ്. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഇൻവേർട്ടഡ് കോമാസ് മാറ്റണം, ഒരു ദാറ്റ് കൂടി ചേരും. പിന്നെ ഏറ്റവും കാതലായ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ പ്രസൻറ്റ് ടെൻസുകളും പാസ്റ്റ് ടെൻസിലേക്ക് മാറും. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് പാസ്റ്റിൻ്റെ പാസ്റ്റ്, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറും. ഇത്രയേ ഉള്ളൂ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച് റൂൾസ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ലീല സെഡ് ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇൻവേർട്ടഡ് കോമാസ് വേണ്ട. ലീല സെഡ് ദാറ്റ്. ഇനി ലീല പറയുമ്പോഴാണ് ഐ കൂട്ടി പറയുന്നത്. നമ്മൾ എടുത്തു പറയുമ്പം ലീലയ്ക്ക് പകരം നമ്മൾ എന്ത് പ്രയോഗിക്കും? ഷീ, അവൾ എന്ന് പ്രയോഗിക്കും. അപ്പോൾ ലീല സെഡ് ദാറ്റ് ഷീ വരെ നമ്മളെത്തി. ഇനി അടുത്തത് നോക്കുക. റോട്ട് എ ലെറ്റർ. അപ്പോൾ അതിനെ എങ്ങനെ മാറ്റണം? റോട്ട് എന്ന് പറയുന്നത് റൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് ഇവിടെ ക്രിയ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ എന്താക്കണം? പാസ്റ്റിൻ്റെ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കണം. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം എന്താണ്? ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചേർക്കുന്നു? ഷീ, അത് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് റൈറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? റിട്ടൺ. അപ്പോൾ നമുക്ക് ആൻസറായി ഓപ്ഷൻ സി ലീല സെഡ് ദാറ്റ് ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദി ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് പ്രൈസ്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുകഴ്ത്തി സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇകഴ്ത്തി സംസാരിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ വേർഡ് ഏതാണ്? ഓപ്ഷൻ സി കണ്ടം. അപ്പോൾ കണ്ടം എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക എന്നർത്ഥം. അപ്പോൾ അതായത് പ്രൈസിൻ്റെ ഓപ്പോസിറ്റ് കണ്ടം, നിന്ദിക്കുക. ഇനി ഇവിടെ പറയുന്ന സ്കോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശകാരിക്കുക എന്നർത്ഥം. ഹെയ്റ്റ്, വെറുക്കുക എന്നാണ് അർത്ഥം. അക്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം കുറ്റപ്പെടുത്തുക. അക്യൂസ് ചെയ്യുക, കുറ്റപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ദാറ്റ് ഹാസ് ദ സിമിലർ മീനിങ് ആസ് ദ വേർഡ് ഓഥൻറ്റിക്. ഓഥൻറ്റിക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ജെൻവിൻ അല്ലെങ്കിൽ ആധികാരികമായ, യഥാർത്ഥമായ, ഇതൊക്കെയാണ് ഓഥൻറ്റിക്കിൻ്റെ അർത്ഥം.
അപ്പോൾ അതിന് ഓതൻറ്റിക്കിന് പകരമായിട്ട് ഇവിടെ കണ്ടെത്താൻ പറ്റാവുന്ന വേർഡ് ഏതാണ്? അക്യുറേറ്റ് ആണ് ഇവിടെ കണ്ടെത്താൻ പറ്റുന്നത്. ഓപ്ഷൻ സി, ഓതൻറ്റിക്കിന് പകരം അക്യുറേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദി ഓപ്പോസിറ്റ് ഓഫ് അഫിനിറ്റി. അഫിനിറ്റിയുടെ ഓപ്പോസിറ്റ് കണ്ടെത്തുക. അപ്പോൾ നമുക്കറിയാം അഫിനിറ്റി, ഇലക്ട്രോൺ അഫിനിറ്റി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ് അഫിനിറ്റി? നാച്ചുറൽ ലൈക്കിംഗ്, അതായത് ആകർഷണം എന്നതാണ് അഫിനിറ്റിയുടെ അർത്ഥം. അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ വരുന്ന വേർഡ് ഏതാണ്? ഓപ്ഷൻ സി, ഹാട്രഡ്, വെറുപ്പ് എന്നതാണ്. അഫിനിറ്റിയുടെ ഓപ്പോസിറ്റാണ് ഹാട്രഡ്, വെറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദേ ക്യാൻസൽഡ് ദ ടൂർ ഡ്യൂ ടു ഡാഷ് വെതർ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, വെതർ മോശമായതിനാൽ അവർ ടൂർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ ഏറ്റവും യോജിക്കുന്ന വേർഡ് എപ്പോഴും ചോദിക്കുന്നതാണ് ഓപ്ഷൻ ഡി, ഇൻക്ലിമെൻറ്റ് എന്നതാണ് ഇവിടെ ഏറ്റവും യോജിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ദ ക്യാൻസൽ ദ ടൂർ ഡ്യൂ ടു ഇൻക്ലിമെൻറ്റ് വെതർ. ഇനി എന്താണ് ഈ ഇൻക്ലിമെൻറ്റിൻ്റെ അർത്ഥം? കാറ്റും കോളുമുള്ള എന്നതാണ് ഇൻക്ലിമെൻറ്റിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഉരുവിട്ട് പഠിക്കുക. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഉരുവിട്ട് പഠിക്കുക. അപ്പോൾ ഇൻക്ലിമെൻറ്റ് വെതർ ഇങ്ങനെ ഉരുവിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മോഹൻ ഹാസ് വിസിറ്റഡ് ഓൾ ദ സിറ്റീസ് ഇൻ കേരള സിൻസ് ഹി ഡാഷ് വർക്കിംഗ് ഇൻ ദ റോഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇവിടെ വേറൊന്നുമില്ല, സിൻസിൻ്റെ പ്രയോഗം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സിൻസിൻ്റെ പ്രയോഗം അറിഞ്ഞിരിക്കുന്നതിനോടൊപ്പം നമ്മൾ ഫോറിൻ്റെ എങ്ങനെ പഠിച്ചു വെക്കുക. സിൻസും ഫോറും എപ്പോഴും ഒരുമിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ സിൻസിൻ്റെ ഫോറിൻ്റെ പ്രയോഗത്തിൽ ആദ്യത്തേത് നമ്മൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. സിൻസ് കഴിഞ്ഞ് എപ്പോഴും ഒരു പോയിൻ്റ് ഓഫ് ടൈം വേണം പ്രയോഗിക്കാൻ. ഫോർ കഴിഞ്ഞ് എപ്പോഴും ഒരു ഇൻ്റർവെൽ ഓഫ് ടൈം വേണം പ്രയോഗിക്കാൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് അതിൻ്റെ യൂസേജ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ സിൻസ് 1965, സിൻസ് ലാസ്റ്റ് മൺഡേ ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ 4 കഴിഞ്ഞ് പറയുന്നത് ഇപ്പോഴൊരു ഇൻ്റർവൽ ഓഫ് ടൈം ആയിരിക്കും. അതായത് 465 years, 425 days. അപ്പോൾ ഇങ്ങനെയാണ് പറയുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് അതിൻ്റെ യൂസ്. ഇനി അടുത്തത് നോക്കേണ്ടത് സിൻസും ഫോറും പ്രയോഗിക്കുമ്പോൾ വെർബ് എങ്ങനെ മാറ്റം വരുന്നു എന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക, സിൻസും ഫോറും പ്രയോഗിക്കുമ്പോൾ വെർബ് എങ്ങനെ വരണം? ഹാസ് ബീൻ പ്ലസ് ING അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ഇങ്ങനെ വേണം വരാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, മോഹൻ ഹാസ് വിസിറ്റഡ് ഓൾ ദ സിറ്റീസ് ഇൻ കേരള സിൻസ് ഹി ഡാഷ് വർക്കിംഗ് ഇൻ ദ റോഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഹാസ് ബീൻ, ഹാവ് ബീൻ ഏതാണ് ചേർക്കേണ്ടത്? നോക്കുക, നിങ്ങളിവിടെ ഹി എന്ന് പറയുന്ന സിംഗുലറാണ്. അപ്പോൾ സിംഗുലറിൻ്റെ കൂടെ ഹാവ് ചേരത്തില്ല. പിന്നെ ഏത് ചേരും? ഹാസ് ബീൻ പ്ലസ് ING ചേരും. അതായത് നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി, ഹാസ് ബീൻ. അപ്പോൾ എങ്ങനെ വരും? മോഹൻ ഹാസ് വിസിറ്റഡ് ഓൾ ദ സിറ്റീസ് ഇൻ കേരള സിൻസ് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ റോഡ് ട്രാൻസ്പോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ഡൺ വെൽ. അപ്പോൾ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്, ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? സ്റ്റുഡൻസ് അല്ല. പിന്നെ എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ്? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് വരുമ്പോൾ ഈച്ച്, എവരി വൺ എന്നിവ ചേർന്ന് വരുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് പരിഗണിക്കണം. അപ്പോൾ അതിനനുസരിച്ച് വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെർബ് ഇവിടെ എന്ത് വരും? ആറ് വരില്ല, അത് പ്ലൂരൽ ഫോമാണ്. വേർ വരില്ല, പ്ലൂരലാണ്. ഹാവ് വരില്ല, പ്ലൂരലാണ്. പിന്നെ ഇവിടെ എന്ത് വരും? ഹാസ് വരും. അപ്പോൾ എങ്ങനെ വരും? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്നതാണ് സബ്ജക്റ്റ്, സ്റ്റുഡൻസ് അല്ല. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഡൺ വെൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഹൂ ട്രീറ്റ്സ് മെൻ്റൽ ഡിസീസസ് ഈസ് കോൾഡ്. അപ്പോൾ മെൻ്റൽ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന പേഴ്സൺ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ഡി, സൈക്കാട്രിസ്റ്റ് എന്നതാണ്. എ പേഴ്സൺ ഹൂ ട്രീറ്റ്സ് മെൻ്റൽ ഡിസീസസ് ഈസ് കോൾഡ് സൈക്കാട്രിസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് സൈക്കോളജിസ്റ്റ് ആവാം എന്ന് നമുക്ക് തോന്നാം. ഇനി എന്താണ് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? ഇത്ര മാത്രമേ ഉള്ളൂ. സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണ്. ആ ഡോക്ടറിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എന്നാൽ സൈക്കോളജിസ്റ്റിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐ കോൺ ഹെൽപ്പ് യു ഡാഷ് യു ടെൽ മീ ദ ട്രൂത്ത്. അപ്പോൾ ഇവിടെ എന്ത് ചേർക്കും എന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. ഐ കോൺ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല, നീ സത്യം പറഞ്ഞില്ല എങ്കിൽ. അപ്പോൾ ഇല്ല എങ്കിൽ എന്നർത്ഥം വരുന്നത് ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ, അൺലെസ് ആണ്. അപ്പോൾ എങ്ങനെ വരും? ഐ കോൺ ഹെൽപ്പ് യു അൺലെസ് യു ടെൽ മീ ദ ട്രൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫെമിനിൻ ജെൻഡർ ഓഫ് കോൾട്ട്.
കോൾട്ടിൻ്റെ ഫെമിനിൻ ജെൻഡർ എഴുതുക. അപ്പോൾ എന്താണ് കോൾട്ട് എന്ന് നിങ്ങൾക്കറിയാം, ആൺ കുതിരക്കുട്ടിയാണ് കോൾട്ട്. അപ്പോൾ കോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൺ കുതിരക്കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോൾട്ടിൻ്റെ സ്ത്രീലിംഗം എന്താണ്, ഫില്ലി. ഓക്കെ, കോൾട്ടിൻ്റെ സ്ത്രീലിംഗമാണ് ഫില്ലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെർസിസ്റ്റിംഗ് ടയർലെസ്ലി. അപ്പോൾ എന്താണ് ടയർലെസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷീണമില്ലാതെ. പെർസിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിലനിൽക്കുക. അപ്പോൾ അതാണ് ക്ഷീണമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ അതിന് എന്താണ് പറയുക, ഓപ്ഷൻ എ ഇൻഡിഫാറ്റിഗബിൾ എന്നതാണ് പെർസിസ്റ്റിംഗ് ടയർലെസ്ലിയുടെ അതിൻ്റെ അർത്ഥമാണ് ഇൻഡിഫാറ്റിഗബിൾ. അപ്പോൾ നിങ്ങൾക്കറിയാം ഫാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ഷീണം, തളർച്ച എന്നാണ് അർത്ഥം. ഇൻഡിഫാറ്റിഗബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ഷീണമില്ലായ്മ, തളർച്ചയില്ലായ്മ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഈ സ്പെല്ലിംഗ് കൂടി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇൻഡിഫാറ്റിഗബിൾ അത് ചോദിച്ചിട്ടുള്ളതാണ്, സ്പെല്ലിംഗ് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഇൻവിൻസിബിൾ. എന്താണ് ഇൻവിൻസിബിളിൻ്റെ അർത്ഥം, ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അജയ്യനായ, തോൽപ്പിക്കാൻ പറ്റാത്തത് എന്നതാണ് ഇൻവിൻസിബിളിൻ്റെ അർത്ഥം. ഇനി അതുപോലെ ഇൻഫോളിബിൾ. ഇൻഫോളിബിൾ എന്താണ്, ഒരിക്കലും തെറ്റുപറ്റാത്തത് എന്നതാണ് ഇൻഫോളിബിളിൻ്റെ അർത്ഥം, ഒരിക്കലും തെറ്റുപറ്റാത്തത്. ഇനി അടുത്തത് ഇംപ്രഗ്നബിൾ. അതിൻ്റെ അർത്ഥം എന്താണ്, കീഴടക്കാനാവാത്തത് എന്നതാണ് ഇംപ്രഗ്നബിളിൻ്റെ അർത്ഥം, കീഴടക്കാൻ ആവാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐ ക്യാൻ റൈറ്റ് എ ബുക്ക് ഡാഷ് ഓൺ ഗ്രാമർ. അപ്പോൾ ഏത് പ്രൊപ്പോസിഷനാണ് ഉപയോഗിക്കുക, ഇത്രയേ ഉള്ളൂ, ഐ ക്യാൻ റൈറ്റ് എ ബുക്ക് ഓൺ ഗ്രാമർ. അപ്പോൾ ഐ ക്യാൻ റൈറ്റ് എ ബുക്ക് ഓൺ ഗ്രാമർ ഉരുവിട്ട് പഠിക്കുക. അപ്പോൾ അടുത്തൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ഐ ക്യാൻ റൈറ്റ് എ ബുക്ക് ഓൺ ഗ്രാമർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു ഷുഡ് അഡാപ്റ്റ് യുവർ സെൽഫ് ഡാഷ് ദ കണ്ടീഷൻസ് ഓഫ് ദിസ് പ്ലേസ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഈ അഡാപ്റ്റ് കണ്ടോ, ഈ അഡാപ്റ്റിൻ്റെ കൂടെ ഏത് പ്രിപ്പോസിഷൻ, ടു, ഓൺ, എബൌട്ട് ഏതാണ് ചേരുക, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ, അഡാപ്റ്റ് ടു ദ സറൗണ്ടിങ്സ് എന്ന് നമ്മൾ ഉരുവിട്ട് പഠിക്കുക. അഡാപ്റ്റ് ടു ദ സറൗണ്ടിങ്സ്, അഡാപ്റ്റ് ടു ദ സറൗണ്ടിങ്സ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ആൻസർ, യു ഷുഡ് അഡാപ്റ്റ് യുവർ സെൽഫ് ടു ദി കണ്ടീഷൻസ് ഓഫ് ദിസ് പ്ലേസ്. ഓക്കെ, അഡാപ്റ്റ് ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ഡെസിഷൻ ഓൺ വിച്ച് വൺ കനോട്ട് ഗോ ബാക്ക്. അപ്പോൾ ഒരു ഡെസിഷൻ എടുത്തു, അതിനകത്ത് നിന്ന് പിന്നോട്ടൊരു കാരണവശാലും പോകാൻ പറ്റാത്ത തരത്തിലുള്ള ആ ഒരു ഡെസിഷൻ. അപ്പോൾ അതിന് പറയുന്ന പേരെന്താണ്, അതിന് സമാനമായ വേർഡ് ഏതാണ് ഇവിടെ, ഓപ്ഷൻ സി ഇർറിവോക്കബിൾ എന്നതാണ്. എ ഡെസിഷൻ ഓൺ വിച്ച് വൺ കനോട്ട് ഗോ ബാക്ക് ഇർറിവോക്കബിൾ. അപ്പോൾ റിവോക്ക്, REVOKE, റിവോക്ക് എന്നതിൻ്റെ അർത്ഥം എന്താണ്, പിൻവലിക്കുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നൊക്കെയാണ് റിവോക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇർറിവോക്കബിൾ, അതായത് പിൻവലിക്കാനാവാത്തത്, ക്യാൻസൽ ചെയ്യാനാവാത്തത്. അപ്പോൾ ഇവിടെ എ ഡെസിഷൻ വിച്ച് വൺ കനോട്ട് ഗോ ബാക്ക് ഇർറിവോക്കബിൾ. അപ്പോൾ റിവോക്ക് പഠിച്ചു വെക്കുക, REVOKE, റിവോക്ക്, ക്യാൻസൽ. ഇനി അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇൻഫ്രാഞ്ചിബിൾ എന്നതിൻ്റെ അർത്ഥം എന്താണ്, ഇൻഫ്രാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പൊട്ടിക്കാൻ കഴിയാത്ത. ഇൻഫ്രാഞ്ചിബിൾ, പൊട്ടിക്കാൻ കഴിയാത്ത. ഇൻഫോളിബിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഇൻകോറിജിബിൾ പഠിച്ചു വെക്കുക. എന്താണ് ഇൻകോറിജിബിൾ, തിരുത്താൻ സാധിക്കാത്ത, തിരുത്താൻ കഴിയാത്തത് എന്നതാണ് ഇൻകോറിജിബിളിൻ്റെ അർത്ഥം, തിരുത്താൻ സാധിക്കാത്ത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദി ഫസ്റ്റ് പേഴ്സൺ ഹു ഡാഷ് ദ ക്വസ്റ്റ്യൻ വിൽ ബി അവാർഡഡ് ദ പ്രൈസ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആരാണോ ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ പറയുക അവർക്ക് അവാർഡ് കൊടുത്തിരിക്കും. അപ്പോൾ ഇവിടെ എന്തു വരണം, ആൻസർ. അപ്പോൾ അതിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കണം. ഇനി ഇവിടെ നോക്കുക, ദ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാളേ ഉള്ളൂ, സിംഗുലറാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ഉപയോഗിക്കുക, സിംഗുലർ ആയിട്ടുള്ള വെർബ് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് വേണ്ട, ആൻസേഴ്സ് എന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ വരേണ്ടത്. ദ ഫസ്റ്റ് പേഴ്സൺ ഹു ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വിൽ ബി അവാർഡഡ് ദ പ്രൈസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യു ത്രോ ഇറ്റ് അവേ. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കണം. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുക, നമ്മൾ ആദ്യമേ വെർബിലേക്ക് നോക്കും. വെർബിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഓക്സിലറി വെർബ് ഉണ്ടാക്കണം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗിനകത്ത് നമ്മൾ നോട്ട് ചേർക്കും. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗിനകത്ത് നോട്ട് ചേർക്കില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എങ്ങോട്ട് നോക്കുക, ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല, വെർബ് മാത്രം, മെയിൻ വെർബ് മാത്രമേ ഉള്ളൂ. ഏതാണത്, ത്രോയാണ്. അപ്പോൾ ഈ ത്രോ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കിനിയിപ്പോൾ ഓക്സിലറി വെർബ് ഉണ്ടാക്കണം, ഡു, ഡസ്, ഡിഡ് വെച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഈ ത്രോ എന്ന് പറയുന്നത് എന്താണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡു അല്ലെങ്കിൽ ഡസ് ആണ് ഇവിടെ ചേരുക. അപ്പോൾ ഇനി നോക്കുക, ഇവിടെയുള്ള സബ്ജക്റ്റ് എന്താണ്, യു ആണ്.
അപ്പോൾ യു ആയതുകൊണ്ട് ഡസ് ചേർക്കണ്ട, നമ്മൾ എന്ത് ചേർത്താൽ മതി, ഡു എടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഓക്സിലറി വെർബ് എന്താണ്, ഡു. അപ്പോൾ ഡു എഴുതി. ഇനി നോക്കുക, സെൻറ്റൻസ് നെഗറ്റീവാണോ പോസിറ്റീവാണോ? സെൻറ്റൻസ് പോസിറ്റീവാണ്, നോട്ട് കാണാനില്ല, അല്ലെങ്കിൽ നോട്ടിൻ്റെ അർത്ഥം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡൂവിൻ്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർത്തു, ഡോണ്ട് എന്ന് കിട്ടി. പിന്നെ അടുത്ത് എന്താണ്, സബ്ജക്റ്റ് എടുത്ത് എഴുതുക, ഡോണ്ട് യു. നമ്മുടെ ആൻസർ എന്ത് വരും, ഓപ്ഷൻ ഡി, ഡോണ്ട് യു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഹീ ഈസ് ഡാഷ് ഫോർ ഹിസ് ഈവിൾ ഡീഡ്സ്. അപ്പോൾ ഈവിൾ ഡീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീഡ്സ് എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ, ഈവിൾ ഡീഡ്സ് എന്ന് വെച്ചാൽ മോശമായ പ്രവർത്തികൾ. അപ്പോൾ സാധാരണ ഒരാൾ പ്രശസ്തനാകുന്ന അയാളുടെ നല്ല പ്രവർത്തികൾ കൊണ്ടാണ്, ഒരാൾ കുപ്രസിദ്ധനാകുന്ന അയാളുടെ മോശം പ്രവൃത്തി കൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇയാൾ കുപ്രസിദ്ധനായി എന്ന രീതിയിലാണ് നമ്മളിവിടെ പ്രയോഗിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള വേർഡ് ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഏതാണ്, നൊട്ടോറിയസ് എന്നതാണ് കുപ്രസിദ്ധിയുള്ള എന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, ഹീ ഈസ് നൊട്ടോറിയസ് ഫോർ ഹിസ് ഈവിൾ ഡീഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, എ പൊളൈറ്റ് ഓർ ജെൻറ്റിൽ വേ ഓഫ് സേയിങ് സംതിങ് നാസ്റ്റി. അപ്പോൾ എന്താണ് നാസ്റ്റിയുടെ അർത്ഥം, എന്താണ്, വഷളായ, അസഭ്യമായ, മലിനമായ എന്നൊക്കെയാണ് നാസ്റ്റിയുടെ അർത്ഥം. അപ്പോൾ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഒരു നല്ല രീതിയിൽ പറയുന്നതിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ സി, യുഫമിസം എന്നതാണ്. എ പൊളൈറ്റ് ഓർ ജെൻറ്റിൽ വേ ഓഫ് സേയിങ് സംതിങ് നാസ്റ്റി. സ്വല്പം മോശപ്പെട്ട അല്ലെങ്കിൽ പരുഷമായ എന്തെങ്കിലും കാര്യം മയപ്പെടുത്തി പറയുന്നതിനാണ് എന്ത് പറയുന്നത്, യുഫമിസം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് വിൻഡിക്കേഷൻ. അപ്പോൾ വിൻഡിക്കേഷൻ്റെ ഓപ്പോസിറ്റ് കണ്ടെത്തുക. അപ്പോൾ എന്താണ് വിൻഡിക്കേറ്റ്? വിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വാദിച്ച് നല്ലതാണെന്ന് വാദിക്കുക അല്ലെങ്കിൽ നീതീകരിക്കുക, ഇതൊക്കെയാണ് വിൻഡിക്കേറ്റിൻ്റെ അർത്ഥം. അപ്പോൾ വിൻഡിക്കേഷൻ നൗണാണ്. വിൻഡിക്കേഷൻ നേരെ ഓപ്പോസിറ്റ് എന്താണ്? അപ്പോൾ നമുക്കറിയാം അക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറ്റപ്പെടുത്തുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ, വിൻഡിക്കേഷന് നേരെ ഓപ്പോസിറ്റ് കുറ്റപ്പെടുത്തൽ, അക്യൂസേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോവിങ് വേർഡ്സ് സ്പെൽറ്റ് കറക്റ്റ്ലി. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന വേർഡ് സെറിമോണിയസ് എന്ന വേർഡാണ്. അപ്പോൾ ഏതാണ് ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്? ഓപ്ഷൻ ബി, സെറിമോണിയസ് എന്നതാണ്. CEREMONIOUS എന്നതാണ് വളരെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ്, സെറിമോണിയസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, നെക്ക് ആൻഡ് ക്രോപ്പ് മീൻസ്. നെക്ക് ആൻഡ് ക്രോപ്പ് എന്ന ഫ്രേസിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ സി, ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി എന്നതാണ് നെക്ക് ആൻഡ് ക്രോപ്പിൻ്റെ അർത്ഥം, ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി. ഇനി അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് നെക്ക് ആൻഡ് നെക്ക് എന്താണ്, ഒപ്പത്തിനൊപ്പം എന്നതാണ്. നെക്ക് ആൻഡ് നെക്കിൻ്റെ അർത്ഥം ഒപ്പത്തിനൊപ്പം. നെക്ക് ആൻഡ് ക്രോപ്പ് മീൻസ് ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ആരതി കുഡ് നോട്ട് ഡാഷ് വാട്ട് ദേ വെയർ സെയിങ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് ഇത്രയേ ഉള്ളൂ, എന്താണ് അവർ പറയുന്നത് അത് ആരതിക്ക് ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സിലാക്കുക എന്ന അല്ലെങ്കിൽ ഗ്രഹിക്കുക എന്നതിനുള്ള വേർഡ് നമ്മൾ കണ്ടെത്തണം. ഇവിടെ ആ ഫ്രേസ് ഏതാണ്? ഓപ്ഷൻ ബി, മേക്ക് ഔട്ട് എന്നതാണ്. അപ്പോൾ മേക്ക് ഔട്ടിൻ്റെ അർത്ഥം എന്താണ്? മേക്ക് ഔട്ട് ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കുക, ഗ്രഹിക്കുക. വേറെയും അർത്ഥങ്ങളുണ്ട്. ഇവിടുത്തെ അർത്ഥം മേക്ക് ഔട്ട്, മനസ്സിലാക്കുക, ഗ്രഹിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ദ സിനോണിയം ഓഫ് പ്രിക്കാരിയസ്. പ്രിക്കാരിയസ് എന്ന വേർഡിൻ്റെ സിനോണിയം കണ്ടെത്തുക. അപ്പോൾ നമുക്കറിയാം പ്രിക്കാരിയസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? പ്രിക്കാരിയസിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇൻസെക്യൂർ, സെക്യൂർ അല്ലാത്ത അല്ലെങ്കിൽ റിസ്കിയായ, അപകടകരമായ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഓപ്ഷൻ സി, ഡേഞ്ചറസ് എന്നതാണ്. പ്രിക്കാരിയസിൻ്റെ അർത്ഥം എന്താണ്? റിസ്കി അല്ലെങ്കിൽ ഇൻസെക്യൂർ, ഡേഞ്ചറസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ദ പോലീസ് ഹാവ് മെയ്ഡ് ഹെഡ് അവേ വിത്ത് ദെയർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇതിനകത്ത് ഈ ഹെഡ് അവേ എന്ന് വേണ്ട, അതിനകത്തൊരു എ കൂടുതലുണ്ട്, ഹെഡ് വേ എന്ന് മതി. അപ്പോൾ ദ പോലീസ് ഹാവ് മെയ്ഡ് ഹെഡ് വേ വിത്ത് ദെയർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഹെഡ് വേയുടെ അർത്ഥം എന്താണ്? ഇത്രമാത്രം, മേക്ക് പ്രോഗ്രസ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, മെയ്ഡ് പ്രോഗ്രസ്. ദ പോലീസ് ഹാവ് മെയ്ഡ് പ്രോഗ്രസ് വിത്ത് ദെയർ ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ ദ പോലീസ് ഹാവ് മെയ്ഡ് ഹെഡ് വേ വിത്ത് ദെയർ ഇൻവെസ്റ്റിഗേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ബോൺ വോയേജ് മീൻസ്. എന്താണ് ബോൺ വോയേജ് എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വോയേജ് നമുക്കറിയാം എന്താണ്, യാത്രയാണ്. എന്താണ് ബോൺ വോയേജ്? അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, ഹാവ് എ പ്ലസൻറ്റ് ജേർണി. അപ്പോൾ ബോൺ വോയേജിൻ്റെ അർത്ഥമാണ് ഹാവ് എ പ്ലസൻറ്റ് ജേർണി. അപ്പോൾ ഇങ്ങനെയാണ് യാത്ര പോകുമ്പോൾ സാധാരണ വിഷ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, ഗുഡ് ലക്ക് ആൻഡ് ബോൺ വോയേജ്. അപ്പോൾ എന്താണ് ബോൺ വോയേജിൻ്റെ അർത്ഥം? ഹാവ് എ പ്ലസൻറ്റ് ജേർണി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക,
ദ സെൻറ്റൻസ് സിമിലർ ഇൻ മീനിങ് ടു ഇഫ് യു ഡോണ്ട് ട്രൈ ഷീ വിൽ ടേക്ക് ഇറ്റ് അവേ. അപ്പോൾ ഇതെങ്ങനെ മാറ്റി എഴുതും ഈ തന്നിട്ടുള്ളതിൽ വെച്ച് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കറിയാം അൺലെസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇല്ല എങ്കിൽ എന്നാണ് അർത്ഥം. അൺലെസ് യു ട്രൈ, നീ ട്രൈ ചെയ്തില്ല എങ്കിൽ. ഇഫ് യു ഡോണ്ട് ട്രൈയുടെ സെയിം മീനിങ് ആണ് അൺലെസ് യു ട്രൈ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദേ വർക്ക് ഡാഷ് നൈറ്റ് ആൻഡ് സ്ലീപ്പ് ബൈ ഡേ. അപ്പോൾ ഇവിടെ ഈ നൈറ്റിന് മുമ്പിൽ ഏത് പ്രിപ്പോസിഷൻ ചേർക്കും എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ നൈറ്റിന് മുമ്പിൽ ചേർക്കുക അറ്റാണ്. അറ്റ് നൈറ്റാണ് സാധാരണ ഉപയോഗിക്കുക. അത് പക്ഷേ ഉപയോഗിക്കുന്നത് സ്ലീപ്പ് അറ്റ് നൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് അറ്റ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു പോയിൻ്റ് ഓഫ് ടൈം പോലെയാണ് നൈറ്റ് കൺസിഡർ ചെയ്യുന്നത്. കാരണം നൈറ്റിൽ സാധാരണ നമ്മൾ ഉറങ്ങാറേ ഉള്ളൂ. അപ്പോൾ സാധാരണ ഗതിയിൽ അവിടെ വേറെ പ്രവർത്തനങ്ങളൊന്നും നടക്കാറില്ല എന്ന രീതിയിലാണ് അറ്റ് നൈറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക, ദേ വർക്ക്. അപ്പോൾ അവർ എന്ത് ചെയ്യുകയാണ്? വർക്ക് ചെയ്യുകയാണ് നൈറ്റിൽ. അപ്പോൾ അത്തരം കേസിൽ നൈറ്റ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ഓഫ് ടൈം പോലെയല്ല, പിന്നെ എന്താണ്, ഒരു ഇൻ്റർവെൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഓപ്ഷൻ സി, ഡ്യൂറിങ് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ദേ വർക്ക് ഡ്യൂറിങ് നൈറ്റ് ആൻഡ് സ്ലീപ്പ് ബൈ ഡേ. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, നൈറ്റിൻ്റെ കൂടെ സാധാരണ അറ്റാണ് ചേർക്കുന്നത്, സ്ലീപ്പ് അറ്റ് നൈറ്റ്. പക്ഷേ എന്തെങ്കിലും വർക്കാണെങ്കിൽ ദേ വർക്ക് ഡ്യൂറിങ് നൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 42. സോറി ഹി കോണ്ട് അറ്റൻഡ് ദ കോൾ, ഹി ഡാഷ് എ ബാത്ത്. അപ്പോൾ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? വളരെ സിമ്പിളാണ്. ഹി കോണ്ട് അറ്റൻഡ് ദ കോൾ, അയാൾക്ക് അവന് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് പറയുന്നുണ്ട്, അയാൾ കുളിക്കുകയാകുന്നു. അതായത് അയാളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഇവിടെ കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്. അതായത് ഈസ്, ആറ്, ആമ് പ്ലസ് ING ആ ഒരു ഫോം വരണം. അപ്പോൾ ഇവിടെ ഏതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ? ഓപ്ഷൻ ബി, ഈസ് ടേക്കിംഗ്. അപ്പോൾ എങ്ങനെ വരും? സോറി ഹി കോണ്ട് അറ്റൻഡ് ദ കോൾ, ഹി ഈസ് ടേക്കിംഗ് എ ബാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹി ഫിൽഡ് ദ ഗ്ലാസ് വിത്ത് വാട്ടർ ടു ദി ഡാഷ്. അപ്പോൾ ഇവിടെ എന്ത് ചേർക്കും? എഡ്ജ് ചേർക്കാമോ, റിമ്മ് ചേർക്കാമോ, എന്ത് ചേർക്കും? അപ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോഴും പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫിൽ ദ ഗ്ലാസ് ടു ദ ബ്രിം, BRIM, ഫിൽ ദ ഗ്ലാസ് ടു ദ ബ്രിം. ബ്രിം എന്ന് വെച്ചാൽ അപ്പർ എഡ്ജ് എന്നാണ് അർത്ഥം. അപ്പോൾ എപ്പോഴും ഗ്ലാസുമായിട്ട് ചേർന്ന് വരുന്നത് എന്താണ്? ഫിൽ ദ ഗ്ലാസ് വിത്ത് സംതിങ്, ഫിൽ ദ ഗ്ലാസ് ടു ദ ബ്രിം. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? ബ്രിം. ഓപ്ഷൻ സി, ബ്രിം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ അറ്റ് ദ പാർട്ടി. അപ്പോൾ ഞാൻ പാർട്ടിയിൽ ഒരു യൂറോപ്പിനെ കണ്ടു, ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എ ചേർക്കുമോ, ആൻ ചേർക്കുമോ, ദി ചേർക്കുമോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു യൂറോപ്പിനെ കണ്ടു എന്നാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ അതായത് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് AEIOUൻ്റെ മുമ്പിൽ എന്ത് ചേർക്കുക? ആൻ ചേർക്കുക. പക്ഷേ ശരിക്കും അങ്ങനെയല്ല വരേണ്ടത്, അങ്ങനെയല്ല നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ ഈ യൂറോപ്പിനെ മലയാളത്തിൽ എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതും? യു, യായാണ് എഴുതുന്നത്. അപ്പോൾ ആ ഈ എന്ന് പറയുന്ന സ്വരാക്ഷരങ്ങളാണ് വരുന്നതെങ്കിൽ അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ആൻ ചേർക്കുക, അല്ല എങ്കിൽ എ ചേർക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, യൂറോപ്യൻ എന്ന് പറയുന്നത് യായാണ് വരുന്നത്. അപ്പോൾ അതിൽ സ്വരാക്ഷരമല്ല. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിൻ്റെ മുമ്പിൽ എന്തേ ചേർക്കാൻ പാടുള്ളൂ? എ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ വരും? ഐ മെറ്റ് എ യൂറോപ്യൻ അറ്റ് ദ പാർട്ടി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാം വെച്ച് നോക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐ ആസ്ക്ഡ് ദ കാർപ്പൻറ്റർ ടു റിപ്പയർ ദ ബ്രോക്കൺ കർട്ടൻ. ദ വേർഡ് ബ്രോക്കൺ ഈസ്. ഇവിടെ ചോദിച്ചേക്കുന്ന ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, ബ്രോക്കൺ കർട്ടൻ. അപ്പോൾ ഇതിനകത്ത് ബ്രോക്കൺ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ നമുക്കറിയാം ബ്രോക്കൺ എന്ന് പറയുമ്പം അതിൻ്റെ വേർഡ് ഏതാണ്? ബ്രേക്ക്. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്നത് ആദ്യത്തേത് വെർബ്, രണ്ടാമത്തത് എന്താണ്? പാസ്റ്റ് ടെൻസ്, മൂന്നാമത്തത് എന്താണ്? ബ്രോക്കൺ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദി മീനിങ് ഓഫ് ഐഡിയം ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് പറയുന്നത് എന്ന ഐഡിയമിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമുക്കറിയാം എന്താണ് ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. അതിൻ്റെ അർത്ഥമാണ് ട്രൈ ഓൾ മീൻസ്, എല്ലാ വഴികളും എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തുക, ട്രൈ ചെയ്യുക. അപ്പോൾ ദ മീനിങ് ഓഫ് ഐഡിയം ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്താണ്? ട്രൈ ഓൾ മീൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ വിതൗട്ട് എവിഡൻസ് ഓർ ഫുൾ നോളജ്. അപ്പോൾ എവിഡൻസ്, അതായത് പ്രൂഫോ അല്ലെങ്കിൽ ശരിയായ നോളജോ ഇല്ലാതെ ഒരാളുടെ ഒപ്പീനിയൻ പറയുക, അതിന് എന്താണ് നമ്മൾ പറയുക? സ്പെക്യുലേറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ ആൻസർ? ഓപ്ഷൻ ബി, സ്പെക്യുലേറ്റ്. അപ്പോൾ എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ
വിതൗട്ട് എവിഡൻസ് ഓർ ഫുൾ നോളജ് സ്പെക്യുലേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ഇയർ മൈ അങ്കിൾ ഡാഷ് എ ലാപ്ടോപ്പ് ഫ്രം ഇംഗ്ലണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഇയർ എൻ്റെ അങ്കിള് ഇംഗ്ലണ്ടിൽ നിന്നൊരു ലാപ്ടോപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വെർബ് എന്തുപയോഗിക്കണം എന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ലാസ്റ്റ് ഇയർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഭൂതകാലത്തെ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂതകാലത്തെ ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബ് ഉറപ്പായിട്ടും പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഇവിടെ ഏതാണുള്ളത്? ബ്രോട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ലാസ്റ്റ് ഇയർ മൈ അങ്കിൾ ബ്രോട്ട് എ ലാപ്ടോപ്പ് ഫ്രം ഇംഗ്ലണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഭൂതകാലത്തെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ 1965 അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, യെസ്റ്റർഡേ, ഇങ്ങനെ ഭൂതകാലത്തിലെ ഏതെങ്കിലും ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടെൻസ് ഏതിലായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മെറ്റൽസ് ഡാഷ് വെൻ ദേ ആർ ഹീറ്റഡ്. അപ്പോൾ മെറ്റൽസിനെ ഹീറ്റ് ചെയ്ത് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, മെറ്റൽസിനെ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് എക്സ്പാൻഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, എക്സ്പാൻഡ്. മെറ്റൽസ് എക്സ്പാൻഡ് വെൻ ദേ ആർ ഹീറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഡെസ്പെയർ. ഡെസ്പെയറിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. എന്താണ് ഡെസ്പെയർ? നിരാശ. നിരാശയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഹോപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് ഒരാൾ നിരാശനാവുന്നത്. അപ്പോൾ നിരാശയുടെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഹോപ്പ്. ഓപ്ഷൻ സി, ഹോപ്പാണ് ഡെസ്പെയറിൻ്റെ ഓപ്പോസിറ്റ്, ഹോപ്പ്. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala-pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.